ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ദേശരക്ഷായാത്ര 25 വൈകിട്ട് 4-ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ഭരണഘടന തിരസ്കരിച്ചും ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കിയും വർഗീയത വളർത്തിയും ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന ബിജെപിയെ തുറന്നുകാട്ടുകയാണ് ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. രാമക്ഷേത്രത്തിന് ആരുമെതിരല്ല. പക്ഷേ അത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വോട്ട് തട്ടാനുമുള്ള രാഷ്ട്രീയായുധമാക്കിയതിനോടാണ് എതിർപ്പ്. ഒരു മതവും രാജ്യത്തിന്റെ ഔദ്യോഗിക മതമല്ലെന്നിരിക്കെ പ്രധാനമന്ത്രി തന്നെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വേദനാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ജാഥ ഫെബ്രുവരി 5-ന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. ലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂരിലെ ഉദ്ഘാടന ചടങ്ങിൽ യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തും. റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ 7-ന് ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രമായ ഉളിയത്ത് കടവിൽ ഭരണഘടനാ പ്രതിജ്ഞയെടുത്ത് പുളിങ്ങോത്തുനിന്നും പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 6-ന് പാലക്കോട്ട് സമാപിക്കും. ജനറൽ സെക്രട്ടറി കെ.ടി. സഹദുള്ള, മഹമ്മൂദ് കടവത്തൂർ, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, അൽസാരി തില്ലങ്കേരി, കെ.എ. ലത്തീഫ് അള്ളാക്കുളം, വി.പി. വമ്പൻ, ടി.എ. തങ്ങൾ, വി.കെ. അഹമ്മദ്, ഇബ്രാഹിം മുണ്ടേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.